മധുസൂദനൻ രവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും സച്ചിയുടെ മുത്തശ്ശി വരുന്നുണ്ട്. മുത്തശ്ശി വന്നെന്ന് കേൾക്കുമ്പോഴേക്കും മധുവിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. നേരത്തെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. മുത്തശ്ശി ഒരുപാട് കുറ്റപ്പെടുത്തും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. മുത്തശ്ശി അകത്ത് പോയതും മധുസൂദനനെ കണ്ടിട്ട് ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ഇങ്ങനെ വിരലൊക്കെ മടക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കണ്ടതും മധുസൂദനൻ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ മാറി, ഞാൻ പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഞാൻ എൻ്റെ മനസ്സ് മാറിയിട്ടാണ് വന്നത്. സ്വത്ത് മുതലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹബന്ധമാണ് വലുത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നെ മുത്തശ്ശി അമ്മ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് തൊടുന്നുണ്ട്. അപ്പം ഞാൻ നിന്നെ ഒരിക്കലും അനുഗ്രഹിക്കില്ല. എൻ്റെ മകനെ എന്തൊക്കെ കാര്യങ്ങളാണ് നീ പറഞ്ഞത്, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും അനുഗ്രഹിക്കാൻ പോണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മധുസൂദനൻ രവീന്ദ്രനെ വെളിയിൽ കൂട്ടിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നമുക്കൊന്ന് കൂടിയാലോ, റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണ്ടേ, ഇടയ്ക്കൊന്ന് മദ്യപിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സച്ചി വന്നിട്ട് അയാളെ വഴക്ക് പറയുന്നുണ്ട്. എൻ്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിങ്ങൾ മാറിയിട്ടൊന്നുമില്ല, വെറുതെ അഭിനയിക്കുന്നു, നിങ്ങളുടെ അഭിനയം നല്ലോണം കലക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂദനനെ സച്ചി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. മധുസൂദനൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ മാറിയിട്ടുണ്ടെന്ന് ഇവർ എങ്ങനെ മനസ്സിലാക്കും, എൻ്റെ പെരുമാറ്റത്തിലൂടെ അവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. സച്ചി അകത്ത് വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, വർഷയുടെ അച്ഛൻ മാറിയെന്ന് ആർക്കൊക്കെ വിശ്വാസം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈപൊക്കുണ്ട്, ആർക്കും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് കൈപൊക്കുണ്ട്. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മധുസൂദനനെ കുറിച്ച്. അയാൾ മാറിയിട്ടൊന്നുമില്ല, അയാൾ അഭിനയിക്കുകയാണ്, വേറെ എന്തോ ഗൂഢാലോചനയുമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ സ്വത്ത് മുഴുവൻ ശ്രീകാന്തിനായിരിക്കും എഴുതി കൊടുക്കുക, ഈ കുടുംബത്തിൽ ആദ്യത്തെ പേരക്കുട്ടിക്കാണെന്നല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച അടുത്ത നിമിഷം തന്നെ എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ എഴുതി കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും ശ്രുതിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. എനിക്ക് കിട്ടണമെന്നായിരുന്നല്ലോ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ശ്രുതി എവിടെ, ശ്രുതിനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി വേഗം വന്നിട്ട് ബാംഗ്ലൂർ ഒരു മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതും ബാമ വരുന്നുണ്ട്. ബാമ വന്നിട്ട് ലഡ്ഡു ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ഒരു അച്ഛനാകാൻ പോവുകയാണെന്ന് പറയുന്നത്. ശ്രുതി അത് കേട്ടത് അങ്ങനെ കരയുന്നുണ്ട് സന്തോഷം കൊണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, അവൻ്റെ സന്തോഷം കണ്ടോ, അവന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ അത് വിശ്വാസമായിട്ടില്ല. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല, അവൾ നുണച്ചിയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ, ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ളതൊക്കെ നുണ പറയാനൊക്കെ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് രവി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾക്ക് പറയാൻ കഴിയും, അവൾ ഏറ്റവും നുണ പറയുന്ന ആളല്ലേ, അതുകൊണ്ട് അവൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ, അവൾ കള്ളിയാണ്, ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്നു. ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് അവളെ കൂട്ടിയിട്ട് വരാം, ഇവിടേക്ക് കൂട്ടിയിട്ട് വരാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവളെ കൂട്ടിയിട്ട് വരേണ്ട, അവൾ നുണ പറയാണ്, അവളെ ഒരിക്കലും ഈ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ശ്രുതിക്ക് ആകെ വിഷമമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.